തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ മൂന്നാം ഘട്ടം 7-ാം തീയതി നടക്കാനിരിക്കെയാണ് കൂടുതൽ തീവ്രമായ രൂപത്തിൽ കത്തെഴുതുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇവരോട് വിശദീകരണം ചോദിച്ച ഘട്ടത്തിൽ കൂടിയാണല്ലോ. ആ വിശദീകരണം നൽകിയിട്ടില്ല, അതിന് സമയം തേടിയിരിക്കുകയാണ്. അതിനുശേഷമാണ് അതേ രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമല്ല, എന്ത് ചെയ്താലും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. SC ST OBC വിഭാഗക്കാരിൽ നിന്ന് സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള അജണ്ടയടക്കം കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിനെതിരായ പ്രചാരണമാണ് നടത്തേണ്ടത് എന്നാണ് ഈ കത്തിൽ പറയുന്നത്. ആ കത്തെടുത്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ഗുജറാത്ത് പോർബന്തറിലെ BJP സ്ഥാനാർത്ഥിയുമായ മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇതാകണം പ്രചാരണം വിഷയം എന്ന രൂപത്തിൽ അത് കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്? NDA ഭരണകാലത്ത് സമ്പന്നരും ദരിദ്രരും ഇടത്തരക്കാരും തമ്മിലുള്ള അന്തരം ഗണ്യമായി കൂടിയിരിക്കുന്നു. തുല്യത, സാമൂഹികവും സാമ്പത്തികവുമായ നീതി എന്നീ ലക്ഷ്യങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഇതൊക്കെയാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. പിന്നീട് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുമായി തുല്യത കൈവരിക്കാനായിട്ടില്ല. ഈ പിന്നാക്കാവസ്ഥയിൽ തുടരുകയാണ്. ഇതിനെതിരെ നടപടികൾ എടുക്കേണ്ടതുണ്ട് എന്ന് പ്രകടന പത്രിക പറയുന്നു. അതിൽ തന്നെ പട്ടികജാതി വർഗ പിന്നാക്ക സമുദായങ്ങൾക്കുള്ള സംവരണത്തിൽ നിലവിലുള്ള 50% പരിധി ഉയർത്താനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കും എന്നാണ് പറയുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം നടപ്പാക്കും. വിവേചനമില്ലാതെ എല്ലാ ജാതികളിലും സമുദായങ്ങളിലും നീതിയും ഉൾക്കൊള്ളലും ഉറപ്പാക്കും എന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. ഇവിടെ എവിടെയാണ് ഇവരിൽ നിന്ന് എടുത്തിട്ട് മുസ്ലിം വിഭാഗത്തിന് കൊടുക്കുമെന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നിരിക്കെ ആ രൂപത്തിൽ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സംവരണം SC ST വിഭാഗത്തിൽ നിന്ന് എടുത്തു നൽകുന്നു. പൈതൃക സ്വത്ത് കൈമാറ്റത്തിന് നികുതി, ഇതൊക്കെയാണ് വളച്ചൊടിച്ചുകൊണ്ട് പറയുന്നത്. നേരത്തെ രാജീവ് ഗാന്ധി ഇൻഹെറിറ്റൻസ് ടാക്സ് എടുത്തു കളഞ്ഞത് സ്വത്ത് കിട്ടാനാണ് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കോൺഗ്രസിനെതിരെ രണ്ട് രൂപത്തിൽ വൈരുദ്ധ്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഇസ്ലാമോഫോബിയ അതിങ്ങനെ വളർത്തുകയും അതിങ്ങനെ പരത്തുകയും ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അസമത്വം ഈ 10 വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 10 വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന അസമത്വം, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അസമത്വം, രാജ്യത്തെ മൊത്തം വരുമാനത്തിൻ്റെ 22% 1% വരുന്ന കോടീശ്വരന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ഈ 10 വർഷങ്ങളാണ് കടന്നു പോയിരിക്കുന്നത്. ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ച കാലമാണ് കടന്നു പോയിരിക്കുന്നത്. നോട്ട് നിരോധനം മൂലം അസംഘടിത മേഖലയിലെ തകർച്ച, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തൊടാതെ ഈ വർഗീയതയിൽ ഊന്നിക്കൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ട് വിജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്ക് ഉള്ളത്. അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് നല്ല പ്രതിരോധമുണ്ട്. മാത്രമല്ല ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പതിവിൽ നിന്ന് വിരുദ്ധമായി ഈ മോദിയുടെ സംഘം നടത്തുന്ന പ്രചാരണങ്ങൾക്ക് തടയിടാൻ, അല്ലെങ്കിൽ പറഞ്ഞതിലെ പൊള്ളത്തരം വെളിവാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നേരത്തെ എനിക്ക് തോന്നുന്നു നേരത്തെയുള്ള ഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ രൂപത്തിൽ തന്നെ പ്രതികരണങ്ങൾ വരുന്നത്. കുറച്ച് കാലമായി മോദി ആരാധകരുടെ വലിയ കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. Meet the editors.